നമ്മൾ ജീവിക്കുന്നത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമേ ഉള്ളൂ, ജീവിക്കുന്നത് ആരാധിക്കാൻ വേണ്ടിയാണ്. ദൈവം ഈ ഭൂമിയിൽ ജീവിക്കാൻ ഒരു അവസരം തന്നത് എന്തിനെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ, ജീവിക്കുന്നത് ആരാധിക്കാൻ വേണ്ടിയാണ്. ഈ ആരാധനയുടെ ദൗത്യം, നിയോഗം നമ്മൾ കണ്ടെത്താൻ വേണ്ടി നമ്മളെ തിരിച്ചറിവിന് സഹായിക്കുന്ന ഒരു സന്ധ്യയായിട്ടാണ് ഈ സന്ധ്യ നമ്മൾ ക്രമീകരിക്കുന്നത്. പുറപ്പാട് 23-25 കർത്താവ് പറഞ്ഞു, നീ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിച്ചാൽ നിന്റെ ആഹാരവും പാനീയവും ഞാൻ ആശീർവദിക്കും, രോഗപീഠകളെ നിർമ്മാർജ്ജനം ചെയ്യും, വന്ധ്യതയോ ഗർഭഛിദ്രമോ ദേശത്തുണ്ടാവില്ല, നിനക്ക് ഞാൻ ദീർഘായുസ് തരും, നീ ചെന്നെത്തുന്ന ഇടത്തെല്ലാം നിന്റെ ശത്രുക്കൾ നിന്നെ ഭയപ്പെടുന്നതിന് ഞാൻ ഇടയാക്കും. കർത്താവ് അരുളി ചെയ്ത വാഗ്ദാനമാണ്, നീ എന്നെ ആരാധിക്കുക. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, സാത്താൻ യേശുവിനോട് നീ എന്നെ കുമ്പിട്ട് ആരാധിക്കാന്ന് പറയുമ്പോൾ ഈശോ പറയുന്നുണ്ട്, നീ നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ, അവനെ മാത്രമേ സേവിക്കാവൂ. ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായി നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളൂ, ആ നാമം യേശുവിന്റെ നാമമാണ്. ആ നാമത്തെ ഈ തലസ്ഥാന നഗരത്തിൽ നമ്മൾ ഉയർത്തുകയാണ്. ദൈവത്തെ ആരാധിക്കാത്ത, ദൈവത്തെ സ്നേഹിക്കാത്ത, ദൈവത്തെ വിശ്വസിക്കാത്ത, ദൈവത്തെ ആശ്രയിക്കാത്ത, ദൈവത്തിൽ ശരണം വെക്കാത്ത അനേക കോടി ജനതകളുടെ ആരാധനാരാഹിത്യത്തിന് പരിഹാരമായി നമ്മൾ ഈ 3-4 മണിക്കൂർ തുടർച്ചയായി ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. മനോഹരമായ ഈ ആരാധനയുടെ നിമിഷങ്ങളിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രിയപ്പെട്ട വിനോദത്തിന്റെയും ചില ടീം അംഗങ്ങളുടെയും നേതൃത്വത്തിൽ ഈ ആരാധനാ സന്ധ്യ മറക്കാനാവാത്ത, നമുക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു രാത്രിയാക്കി മാറ്റാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ.